എറണാകുളം ജില്ലയുടെ സിറ്റിയുടെ ആ ഒരു തിരക്കിൽ നിന്ന് മാറി ഒരു മനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ ഈ ഒരു കാഴ്ച പോകുന്നത്. കാക്കനാട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കടമ്പ്രയാർ എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ഒരു വ്യൂ പോയിന്റ് നമുക്കിന്ന് കാണാം. അപ്പൊ സ്വാഗതം യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെഡിങ് കൊച്ചി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ജലാശയത്തിൻ്റെ ആ ഓരത്തൂടെ നടന്ന് പോവുകയാണ്. നമ്മൾ പോകുമ്പം ധാരാളം ആളുകൾ ചൂണ്ടയിടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ബാല്യകാല സ്മരണകളിലേക്ക് പോയി. ഇതാ കുറേ താറാവ് കൂട്ടങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്ന മനോഹരമായൊരു കാഴ്ച. എന്ത് രസം നോക്കുക. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതാ താറാവിൻ്റെ ആ ഒരു ക്ലോസ് വ്യൂ. എത്ര താറാവുകളാണെന്ന് നോക്കി, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മൾ വന്ന സമയത്ത് ആ താറാവ് ഇങ്ങനെ കരയുന്ന ശബ്ദവും ഇങ്ങനെ നീന്തി കളിക്കുന്ന ആ ഒരു മനോഹരമായൊരു കാഴ്ച കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഇത് പലപ്പോഴും കുട്ടനാട് ഭാഗങ്ങളിലാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഇതൊരു സത്യം പറയാൻ വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. കണ്ടോ എത്ര താറാവുകളാണെന്ന് നോക്കിയാൽ. ചിലത് അവിടെ മാറി നിൽക്കുന്നു. ഇത് നോക്കുമ്പോൾ തന്നെ ഇത് ഞാൻ പല പ്രാവശ്യം എൻ്റെ പേഴ്സണൽ മൊബൈലിൽ തന്നെ ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സായാഹ്ന സമയത്ത് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ നേരം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് സമയം പോകുന്നത് തന്നെ അറിയില്ല. ദാ വീണ്ടും ഒരു ചങ്ങാതി അവിടെ ചൂണ്ടിടാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് 3-4 പേർക്കൊക്കെ മീൻ കിട്ടിയിരുന്നു. എന്ത് ഭംഗിയാന്ന് നോക്കി ഈ ഒരു കാഴ്ച കാണാനായിട്ട്. എന്താ അപ്പുറത്തും ഒരു ചേട്ടൻ എന്താ ചൂണ്ടയിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിന് തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മൾ ആ ഒരു മെയിൻ വ്യൂ പോയിന്റിലേക്കുള്ള ആ ഒരു പാതയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ദാ നല്ല മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഒരു വശത്ത് ജലാശയം, കുറേ സ്ഥലങ്ങളിലെ തെങ്ങ് തന്നെയാണ് ഇവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു പാത്ത് വേയിലൂടെ നടന്നു പോവുകയാണ്. ഇവിടെ വരുന്നതിന് നമുക്ക് യാതൊരുവിധ ഫീസുമില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നൊരു കാഴ്ചയും നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സൺസെറ്റ് ചിത്രീകരിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. എനിഹൗ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കടന്നു. ഇവിടെ ചെറിയ ചെറിയ സ്റ്റോൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ലഘുഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യം. കല്ലിൽ തീർത്ത മനോഹരമായ ഇരിപ്പിടങ്ങൾ, ഇത് മറ്റൊരു ആകർഷണം തന്നെയാണ്. അതുപോലെ തന്നെ വേസ്റ്റ് ബിൻ, നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ബിൻ ഇവിടെ ലഭ്യമാണ്. അത് മുയലിൻ്റെ ഷേപ്പിൽ. ഈ കാണുന്ന പാലത്തിലൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. നമ്മൾ ആ പാലം കയറാൻ പോവുകയാണ്. അങ്ങനെ പാലത്തിലേക്ക് കയറി. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള തൂക്കുപാലത്തിൽ കയറുന്നത്. ഞാൻ പേടിച്ചാണ് കയറിയത്. ഓരോരുത്തർ പുഷ്പം പോലെ കയറി പോണത്. എങ്കിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ചും ആ ഒരു പച്ചപ്പും അതിൻ്റെ ഇടയിലൂടെയുള്ള ആ കൽപ്പവൃക്ഷങ്ങളും അതുപോലെ ജലാശയങ്ങളും ഒക്കെ വളരെയധികം ഒരു അട്രാക്റ്റീവായിട്ട് ഈ ഒരു ഇടത്തെ ആക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ദൂരെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും വണ്ടർലയുടെ ഒരു ക്ലോസ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. കണ്ടോ, അതാണ് ആ വണ്ടർല. സമീപ പ്രദേശങ്ങളിലെ ഫ്ലാറ്റുകളും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പിള്ളേരൊക്കെ പുഷ്പം പോലെ കയറിയത്. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങണം. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും നമ്മൾ താഴോട്ട് ഇനി പോകുന്നത് മറ്റൊരു പാത്ത് വേയിലൂടെയാണ്. അപ്പം നമുക്ക് ഇനി ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം. കണ്ടോ, വളരെ മനോഹരമാണ് ഈ ഒരു ലേക്ക് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ. തെങ്ങുകളും ഒരു വശത്ത് പച്ചപ്പുകളും. നമ്മൾ ആ ഒരു പാതയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. വളരെ ശാന്തമായ ഒരു ഇടമാണ് ഈ ഒരു കടമ്പ്രയാർ എന്ന് പറയുന്നത്. ഈ ഒരു പാത്ത് വേ എന്ന് പറയുമ്പോൾ മറ്റ് ശല്യങ്ങളില്ല.
പ്രത്യേകിച്ച് നമുക്ക് സായാഹ്ന സമയങ്ങളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഒരിടം തന്നെയാണ് കടമ്പ്രയാർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ് വാക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല മനോഹരമായൊരിടം തന്നെയാണ്. വീണ്ടും നമ്മൾ നടന്ന് കുറേ നടന്നു നമ്മൾ അവസാനത്തെ ആ ഒരു പാലത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക് ഇറങ്ങാം. ബട്ട് നമ്മൾ അപ്പുറത്തെ റോഡിലേക്ക് പോകുന്നില്ല, ബിക്കോസ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് വേറെ ഏരിയയിലായിരുന്നു. എന്ത് മനോഹരമായൊരു കാഴ്ചയാണല്ലോ നമ്മൾ ഈ പാലത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. നമ്മൾ ഇനി എന്തായാലും നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കുറച്ചു നേരം നിന്ന് ഞാൻ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു പാലത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് കയറാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രി സമയങ്ങൾ ഞാൻ നേരത്തെ ഫ്ലാറ്റുകളും മറ്റോ കാണിച്ചിരുന്നല്ലോ, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത് വേറൊരു ഭംഗിയാണ്. അത് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് നടപ്പുണ്ട്, അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് തിരിച്ച്. അങ്ങനെ നമ്മുടെ ആദ്യം നമ്മൾ കയറിയ ആ ഒരു തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തിരി നടന്നു കഴിഞ്ഞാൽ ആ പാലത്തിലൂടെ നമുക്ക് തിരിച്ച് കയറാം. ഇപ്പം തന്നെ പല ഇടങ്ങളും ഭംഗിയായി തുടങ്ങി, കാരണം ലൈറ്റുകളൊക്കെ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ആ ഒരു ട്യൂബ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മളിങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഓരോ സ്ഥലങ്ങളിൽ ലൈറ്റൊക്കെ വന്ന് വളരെ കളർഫുൾ. പ്രത്യേകിച്ച് ആ വണ്ടർലാഡ് ഏരിയ ഒക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് ആ ലൈറ്റും ഒക്കെ വീഴുമ്പോൾ. ഇത് സന്ധ്യാസമയം ആയിട്ടേ ഉള്ളൂ, എന്നിട്ട് പോലും ആ ഒരു ഭംഗി നമുക്ക് എടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ആ താറാവിൻ്റെ ആ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഒപ്പിയെടുത്തു. എന്ത് മനോഹരമായൊരു കാഴ്ചയാണല്ലേ. വളരെ റയറായിട്ട് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും അതുപോലെ നല്ല അഭിപ്രായങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങളുടെ ഓരോ വീഡിയോകളും ഞങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും സമയത്ത് നിങ്ങളുടെ വിരുദ്ധമുമ്പിലേക്ക് എത്തുന്നതാണ്. അതോടൊപ്പം ഞങ്ങളുടെ ഓരോ വീഡിയോകളും ബ്രൈറ്റ് നാവിഗേറ്റർ സമർപ്പിക്കുന്ന ഓരോ വീഡിയോകളും ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോംസിലും അതുപോലെ തന്നെ brightnavigator.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ബ്രൈറ്റ് നാവിഗേറ്റർ പ്രസന്റഡ് ബൈ സ്മാർട്ട് വെബിംഗ് കൊച്ചി, വൈൻഡിങ് അപ്പ്.